ബലൂചിസ്ഥാനിൽ ആക്രമണം ഘടിപ്പിച്ച് പാകിസ്ഥാൻ. തുടക്കത്തിൽ ബലൂജ് ലിബറേഷൻ ആർമി പാക് സൈന്യത്തിന് നേരെ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഇപ്പോൾ പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഓപ്പറേഷൻ ഹെറോഫിൽ മേൽക്കൈ നേടി മുന്നോട്ടു പോവുകയാണെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടിരുന്നു. സൈനികരും പോലീസുകാരും ഉൾപ്പെടെ നിരവധി പേരെ വധിച്ചതായും BLA വ്യക്തമാക്കി. പിന്നാലെ പാകിസ്ഥാൻ സൈന്യം ആക്രമണം കടുപ്പിച്ചുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞായറാഴ്ചയുണ്ടായ പോരാട്ടത്തിൽ 31 സാധാരണക്കാരും 17 പാക് സൈനികരും കൊല്ലപ്പെട്ടു. 145 ബലൂച്ച് പോരാളികളും കൊല്ലപ്പെട്ടു. അതിശക്തമായ ആക്രമണമാണ് ശനിയാഴ്ച പാക് സൈന്യത്തിന് നേരെ BLA നടത്തിയത്. ഒരേ സമയം നിരവധി സ്ഥലങ്ങളിൽ BLA ആക്രമണം നടത്തി. നിരവധി പാകിസ്ഥാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ BLA തട്ടിക്കൊണ്ടുപോയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ സ്ത്രീകളെ ചാവേറുകളായി BLA ഉപയോഗിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് വീഡിയോ പങ്കുവച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ സർക്കാരിനെ യുവതി പരിഹസിക്കുന്നതും വീഡിയോയിലുണ്ട്. പാകിസ്ഥാന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ നേരിടാൻ ശേഷിയില്ലെന്നും അവർക്ക് ഭയമാണെന്നും ബലൂജ് സ്ത്രീകളെ നേരിടുന്നത് അത്ര ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാമെന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. യുദ്ധം രസകരമാണ്, ഞങ്ങൾ ശത്രുവിനെ കാത്തിരിക്കുകയാണ്, ശത്രുവിനെ എവിടെയും കാണാനില്ല, ശത്രു ഒരു ഭീരുവാണ്, അവർ വളരെ ദൂരെ നിന്ന് വെടിയുതിർക്കുകയായിരുന്നു, അവർ മുന്നോട്ട് വരാൻ ധൈര്യപ്പെടുന്നില്ല, ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു, ഇന്ന് നിങ്ങൾ ബലൂജ് വനിതാ സ്വാതന്ത്ര്യസമര സേനാനികളെ നേരിടും, ബലൂജ് സ്ത്രീകളെ നേരിടുക എന്നത് അത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഗ്വാദർ ഫ്രണ്ടിന് സമീപം ഉണ്ടായിരുന്ന എല്ലാ പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമണകാരികളുടെ സംഘം വധിച്ചതായും BLA പോരാളി കൂട്ടിച്ചേർത്തു.